നമസ്കാരം. ഇന്ന് നമ്മൾ ദൈവകൃപയുടെയും വീണ്ടെടുപ്പിന്റെയും ഒരു പക്ഷേ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളുടെ ജീവിതത്തിൽ നിന്നുള്ള അത്ഭുതകരമായ ഒരു സാക്ഷ്യത്തിലേക്കാണ് ശ്രദ്ധിക്കുന്നത്. അതെ, ലോകം മുഴുവൻ അറിയുന്ന ഒരു റോക്ക് സംഗീതജ്ഞൻ ആലിസ് കൂപ്പർ ലഹരിയുടെയും പ്രശസ്തിയുടെയുമൊക്കെ കൊടുമുടിയിൽ നിന്ന് യേശുക്രിസ്തുവിലൂടെ ഒരു പുതിയ ജീവിതം. ശരിക്കും ഒരു പുതിയ ജീവിതം തന്നെ. ഈ അനുഭവങ്ങൾ നമ്മൾ ഇന്ന് പങ്കുവയ്ക്കുമ്പോൾ ആ തകർച്ചയുടെ ആഴങ്ങളിൽ നിന്ന് ദൈവം എങ്ങനെയാണ് ഒരാളെ സൗഖ്യമാക്കുന്നത്, ആ ജീവിതം എങ്ങനെ മറ്റുള്ളവർക്കൊരു വെളിച്ചമാകുന്നു എന്നൊക്കെ നമുക്ക് കേൾക്കാം. ശരിയാണ്. ഒരു കാലത്ത് ഐം 18 പോലുള്ള പാട്ടുകളിലൂടെ യുവത്വത്തിന്റെ ഒരു ഹരമായി മാറിയ ആളാണ്. അതെ, റോക്ക് സ്റ്റാർ. പക്ഷെ ആ പ്രശസ്തിക്ക് പിന്നിൽ ഒരു വലിയ ഇരുട്ടൊളിഞ്ഞിരിപ്പുണ്ടായിരുന്നു, അല്ലേ? തീർച്ചയായും. മദ്യപാനം അതൊരു ശീലമായി, പിന്നെ അതൊരു മരുന്നായി മാറിയെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ഡോക്ടർമാർ 1 മാസം അതിനപ്പുറം ജീവിക്കില്ലെന്ന് വരെ പറഞ്ഞു. ഓർക്കുമ്പോൾ തന്നെ ഭയമാകുന്നു. സ്വന്തം സ്റ്റേജ് വസ്ത്രം കാണുമ്പോൾ കരച്ചിൽ വരുന്നൊരവസ്ഥ, അത്രയും വിഷാദം. ആ സമയത്ത് അദ്ദേഹം ചിന്തിച്ചൊരു കാര്യമുണ്ട്: ഞാൻ ലോകത്തിലെ 1-ാം നമ്പർ റോക്ക് സ്റ്റാർ, എന്നിട്ടും ഇതാണോ എന്റെ അവസ്ഥ? ജീവിതത്തിനൊരു അർത്ഥവുമില്ല എന്ന് തോന്നിപ്പോയ നിമിഷങ്ങൾ. ക്രിസ്തീയ പശ്ചാത്തലത്തിലാണല്ലോ വളർന്നത്, എന്നിട്ടും ബോധപൂർവം ദൈവത്തിൽ നിന്ന് അകന്നുപോയി, ലഹരിയുടെ അടിമത്തത്തിലേക്ക്. അതെ, ആ നിർണായകമായ രാത്രിയെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഭാര്യ പോലും ഉപേക്ഷിച്ചുപോയി, തനിച്ച്. കൊക്കെയിനും തോക്കും മുന്നിൽ വെച്ച് കണ്ണാടിയിൽ നോക്കിയപ്പോൾ രക്തം പുരണ്ടൊരു മുഖം കണ്ടു എന്ന്. അതൊരു ദൈവിക ഇടപെടലായിരുന്നു. അദ്ദേഹം വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. അതൊരു മാറ്റത്തിന്റെ നിമിഷമായിരുന്നു. ആ നിമിഷം അദ്ദേഹം തീരുമാനിച്ചു, ഇനി ലഹരി വേണ്ട. അതൊരു തീരുമാനമായിരുന്നില്ല, അതൊരു സമർപ്പണമായിരുന്നു ദൈവത്തിനു മുന്നിൽ. അതിനുശേഷമോ ഏകദേശം 40 വർഷമായി ലഹരി തൊട്ടിട്ടില്ല. അതൊരു അത്ഭുതം തന്നെയല്ലേ? ഡോക്ടർമാർ അത്ഭുതമെന്ന് പറയും. പക്ഷെ അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്: ഞാൻ സുഖപ്പെട്ടവനല്ല, ക്യൂർഡ്. ദൈവം എന്നെ സൗഖ്യമാക്കിയതാണ്, ഹീൽഡ്. ആ വ്യത്യാസം വളരെ പ്രധാനപ്പെട്ടതാണ്. ക്യൂർഡ് അല്ല, ഹീൽഡ്. അതെ, ദൈവം ആ ആസക്തിയുടെ വേര് തന്നെ പിഴുതുമാറ്റിയെന്നാണ് അദ്ദേഹം അർത്ഥമാക്കുന്നത്. പൂർണ്ണമായൊരു സൗഖ്യം. അത് ക്രിസ്തീയ കൗൺസിലിങ്ങിലൂടെയും പ്രാർത്ഥനയിലൂടെയുമാണ് ലഭിച്ചത്. യേശുക്രിസ്തുവിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് കേൾക്കുമ്പോൾ ഒരു പ്രത്യേക ശക്തിയുണ്ട് ആ വാക്കുകൾക്ക്. അവനാണ് എല്ലാത്തിൻ്റെയും കാതൽ, അവൻ ജീവൻ തന്നെയാണ്, അവൻ വെളിച്ചമാണ്. ശരിയാണ്. കാരണം അദ്ദേഹം അത് അനുഭവിച്ചറിഞ്ഞു. നമ്മൾ എത്ര അയോഗ്യരാണെങ്കിലും കുരിശിൽ കിടക്കുമ്പോഴും യേശുവിന് നമ്മുടെ ഓരോരുത്തരുടെയും പേരറിയാമായിരുന്നു എന്ന തിരിച്ചറിവ്. ആ തിരിച്ചറിവ് അദ്ദേഹത്തെ പൂർണ്ണമായി മാറ്റി, ആ ദൈവസ്നേഹത്തിലേക്ക് അടുപ്പിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഈ ലോകം തരുന്ന പ്രശസ്തി, പണം, ലഹരി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും, ഇതൊന്നും നമ്മുടെ ഉള്ളിലെ ആ ശൂന്യത നികത്താൻ പര്യാപ്തമല്ല. ഒരിക്കലുമല്ല. അത് നികത്താൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. പലരും പല വഴികൾ തേടി, ബുദ്ധിസവും മറ്റുമൊക്കെ നോക്കി, അവസാനം യേശുവിലേക്ക് തന്നെ എത്തുന്നു. പക്ഷെ ഒരു തടസ്സമുണ്ട്: നമ്മുടെ സ്വയം ദൈവമാകുന്ന അവസ്ഥ, ഗോഡ് സെൽഫ്. അത് വിട്ടുകൊടുക്കാൻ പലർക്കും മടിയാണല്ലേ? അതെ, ആ നിയന്ത്രണം വിട്ടുകൊടുക്കുക, അതാണ് പ്രധാനം. കുരിശിലെ സ്നേഹം അത് വ്യക്തിപരമാണ് എന്ന് തിരിച്ചറിയുമ്പോൾ ആ സമർപ്പണം എളുപ്പമാകും. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ മുൻഗണനകൾ കേൾക്കുമ്പോൾ അത്ഭുതം തോന്നും. ആലിസ് കൂപ്പർ എന്ന റോക്ക് സ്റ്റാർ അത് 5-ാം സ്ഥാനത്താണത്രേ. അതെ, 1-ാമത് ക്രിസ്തുവുമായുള്ള ബന്ധം, പിന്നെ കുടുംബം. ആ മാറ്റം, അത് ദൈവം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചു എന്നതിന്റെ വ്യക്തമായ തെളിവാണ്. ഇപ്പോൾ തന്റെ ഭൂതകാലത്തെ പോലും മറ്റുള്ളവർക്കൊരു സാക്ഷ്യമായി ഉപയോഗിക്കുന്നു. തീർച്ചയായും. ലഹരിയെക്കുറിച്ച് കുട്ടികളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് ധൈര്യമായി പറയാം. കാരണം അദ്ദേഹം അതിലൂടെ എല്ലാം കടന്നുപോയവനാണ്. നിനക്കെന്തറിയാം എന്നാരും തിരിച്ചു ചോദിക്കില്ല. സ്വന്തം വീഴ്ചകൾ പോലും ദൈവം നന്മയ്ക്കായി ഉപയോഗിക്കുന്നു എന്നുള്ള വലിയൊരു സത്യം. അദ്ദേഹത്തിന്റെ ചില പാട്ടുകളിലും ഷോകളിലുമൊക്കെ പരോക്ഷമായി ഈ വീണ്ടെടുപ്പിന്റെയും തിന്മയുടെ മേലുള്ള നന്മയുടെ വിജയത്തിന്റെയുമൊക്കെ ആശയങ്ങൾ കാണാമെന്നും പറയുന്നുണ്ട്. പാപിയാണെങ്കിലും രക്ഷയ്ക്ക് സാധ്യതയുണ്ടെന്നുള്ള സന്ദേശം. അതെ, വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ ആ പരിപൂർണമായ യാഗത്തെ നമ്മൾ അയോഗ്യരാണെങ്കിൽ പോലും സ്വീകരിക്കുക എന്നതാണ്. തെറ്റലസ്റ്റായി, എല്ലാം നിവൃത്തിയായി. ഈ ശക്തമായ സാക്ഷ്യം കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഇതൊരു പ്രചോദനമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജീവിതത്തിൽ എത്ര വലിയ തകർച്ചയിലാണെങ്കിലും ഓർക്കുക, യേശുക്രിസ്തുവിൽ ഒരു പുതിയ തുടക്കം സാധ്യമാണ്. ഒരുപക്ഷെ നിങ്ങളിപ്പോൾ കടന്നുപോകുന്നത് വളരെ ഇരുണ്ട വഴികളിലൂടെയായിരിക്കാം. എല്ലാ പ്രത്യാശയും നഷ്ടപ്പെട്ടുവെന്ന് തോന്നുന്നുണ്ടാകാം. എന്നാൽ ഓർക്കുക, യേശു പറയുന്നു, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധിയായി ഉണ്ടാകുവാനുമാണ്. ആ ജീവനിലേക്ക്, ആ സമൃദ്ധിയിലേക്ക് തിരിയാൻ ഇനിയും വൈകിയിട്ടില്ല. കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതിലിൽ മുട്ടുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ
വേറാരി അത് തുറന്നുകൊടുക്കാൻ മടിക്കരുത്. ഒരുപക്ഷേ അതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട തീരുമാനം. അതെ, ഈ ചിന്തകളെക്കുറിച്ചും നിങ്ങളുടെ അനുഭവങ്ങളെക്കുറിച്ചുമൊക്കെ ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എഴുതുക soulfulscriptureseveryday@gmail.com. നിങ്ങളുടെ ഓരോ പ്രാർത്ഥനയും ഞങ്ങൾക്ക് വലിയ ശക്തിയാണ്. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.